ഹായ് സ്റ്റുഡൻസ്, നമ്മൾ പരീക്ഷയുടെ ചൂടിലേക്ക് കടക്കുന്ന മാസങ്ങളാണ്. തിയറിയൊക്കെ അത്യാവശ്യം തീരുന്നു. നമുക്ക് ഷെഡ്യൂൾ ടൈം ടേബിൾ, അതായത് മോഡൽ എക്സാമിൻ്റെ ഷെഡ്യൂൾ വന്നു കഴിഞ്ഞപ്പോഴാണ് കുറച്ച് പേരെങ്കിലും ഇനി എന്ത് എങ്ങനെ എന്ന് ആലോചിച്ച് തുടങ്ങുന്നത്. നിങ്ങൾക്ക് പലർക്കും കൃത്യമായ പ്ലാനിങ്ങും ടൈം ടേബിളും ഷെഡ്യൂളും ഒക്കെ ഉണ്ട്. എങ്കിൽ പോലും ഇത് എവിടെയാണ്, എന്താണ്? കാരണം നമുക്കൊരു 2.5 ദിവസം 3 ദിവസമാണ് ഓരോ പരീക്ഷ കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ ഓരോ യൂണിറ്റ് കഴിഞ്ഞിട്ടും സമയം കിട്ടുന്നത്. അപ്പോൾ ഇൻ ബിറ്റ്വീൻ നമ്മൾ എത്രത്തോളം പഠിക്കണം അല്ലെങ്കിൽ എത്രത്തോളം തയ്യാറെടുക്കണം എന്നുള്ളത് എല്ലാവരുടെയും ഒരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഇന്ന് ഞാൻ അതിൻ്റെ ഒരു റഫായിട്ടുള്ളൊരു കാൽക്കുലേഷനാണ് പറയാൻ പോകുന്നത്. ഇതെല്ലാവരും അതുപോലെ ആക്സെപ്റ്റ് ചെയ്യണമെന്നില്ല, പക്ഷേ എങ്കിലും നിങ്ങൾക്ക് കുറച്ച് പേർക്കെങ്കിലും ഇത് ബെനിഫിഷ്യൽ ആണെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് പറയാൻ പോകുന്നത്. നമ്മൾ ബ്രില്യൻറ്റിലെ 2 ഗ്രൂപ്പുകളായിട്ട് തിരിച്ചിട്ടാണ് പരീക്ഷ നടത്തുന്നത്. കാരണം നമ്പർ ഓഫ് സ്റ്റുഡൻസ് അത്രയും ഉള്ളതുകൊണ്ടും എഴുതാനുള്ള കൺവീനിയൻസും ഹോസ്റ്റൽ ഡിഫറൻസും ഒക്കെ ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം 2 ഗ്രൂപ്പിലാണ് നമ്മൾ പരീക്ഷ എഴുതുന്നത്. ഞാനിപ്പോൾ ഗ്രൂപ്പ് 1ൻ്റെ ടൈം ടേബിൾ വെച്ചിട്ടാണ് പറയാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വരുന്ന കാര്യങ്ങൾക്കോ അല്ലെങ്കിൽ പ്രിപ്പയർ ചെയ്യാനുള്ള സമയത്തിനോ ക്വസ്റ്റ്യൻസിനോ ഒന്നും വ്യത്യാസം വരില്ല. പക്ഷേ ഒരാൾ ഗ്രൂപ്പ് 2കാർ ആദ്യം എഴുതുന്നതായിരിക്കില്ല ഗ്രൂപ്പ് 1കാർ എഴുതുന്നത്. ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. പക്ഷേ പരീക്ഷ ആ ഒരു യൂണിറ്റ് കഴിയുമ്പോഴേക്കും നിങ്ങൾ എല്ലാ ചാപ്റ്റേഴ്സും ഫിസിക്സ്, കെമിസ്ട്രി, ബോട്ടണി, സുവോളജി കടന്നു പോയിട്ടുണ്ടാകും. അപ്പോൾ ആസ് പെർ ഗ്രൂപ്പ് 1കാർക്ക് പരീക്ഷ തുടങ്ങുന്നത് 22nd. അതായത് നമ്മളിപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് വെച്ചിട്ട് ഒരു ജാനുവരി 15 കൂടി തന്നെ നിങ്ങളുടെ മെജോറിറ്റി ബാച്ചിനും ക്ലാസ്സുകൾ അവസാനിക്കും. ഏറ്റവും ലാസ്റ്റ് വന്ന ബാച്ചുകൾ ഒഴികെ ബാക്കി എല്ലാ ബാച്ചുകളും ജാനുവരി 15 കൂടി തന്നെ ഫിനിഷ്ഡ് ആകും. അപ്പോൾ ഞാനൊരു 15 വെച്ചിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത്. 15 തീയതി തൊട്ട് നമ്മൾ പഠിച്ചു തുടങ്ങിയാൽ 22 തീയതിയാണ് നമ്മുടെ പരീക്ഷ, ആദ്യത്തെ യൂണിറ്റ് നമുക്ക് വരുന്നത്. അതായത് ഗ്രൂപ്പ് 1കാർ ആദ്യം എഴുതുന്ന യൂണിറ്റ് എന്ന് പറയുന്നത് യൂണിറ്റ് 7 ആണ്. അപ്പോൾ യൂണിറ്റ് 7ൽ നമ്മൾ 7 ചാപ്റ്റേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ശരിക്കും 15 തീയതി തൊട്ട് 22 തീയതി വരെ നമുക്ക് കിട്ടുന്നത് 7 ദിവസമാണ്. ഒരു ദിവസം നമ്മൾ എങ്ങനെയായാലും 10 മണിക്കൂർ പഠിക്കുക തന്നെ ചെയ്യും, അല്ലേ? നമ്മളൊരു 14 തൊട്ട് 16 മണിക്കൂർ വരെ എന്നൊക്കെ പറയുമ്പോഴും മിനിമം 10 മണിക്കൂർ നമ്മൾ പഠിക്കും. അപ്പോൾ 10 മണിക്കൂർ പഠിക്കുക എന്ന് പറയുന്നത് നമുക്ക് ഒരു 70 മണിക്കൂറാണ് ടോട്ടലി നമ്മൾ പഠിക്കുന്നത്. 70 മണിക്കൂർ എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഏകദേശം 4200 മിനിറ്റുകളാണ് ഉള്ളത്. നമുക്ക് 7 ചാപ്റ്റർ ഉണ്ട്. നമുക്ക് ഒരു ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾ 100 ക്വസ്റ്റ്യൻസ് വെച്ച് ചെയ്താൽ പോലും 7 ചാപ്റ്ററിൽ നിന്നും കൂടി നമുക്ക് 700 ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റും. 1 മിനിറ്റ് കൃത്യം വച്ച് തന്നെ പരീക്ഷ എഴുതി പോകണം എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. നിങ്ങൾ പഠിക്കുന്ന സമയമല്ലേ, അപ്പോൾ ഞങ്ങൾ 1.5 മിനിറ്റ് അല്ലെങ്കിൽ 2 മിനിറ്റ് എഴുതി പഠിച്ചിട്ട് പിന്നീട് പരീക്ഷയ്ക്ക് എഴുതാം എന്ന് വിചാരിക്കരുത്. നിങ്ങൾ പ്രിപ്പയർ ചെയ്യുമ്പോഴേ കൃത്യം 1 മിനിറ്റ് എടുത്ത് തന്നെ ചെയ്യണം. സോ 7 ചാപ്റ്റർ ഞാൻ ഏറ്റവും കുറഞ്ഞ ഡ്യൂറേഷൻ അല്ലെങ്കിൽ ഏറ്റവും കുറച്ച് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പോൾ ഇട്ടിരിക്കുന്നത്. ഒരു ചാപ്റ്ററിൽ നിന്ന് നമ്മളൊരു 100 ക്വസ്റ്റ്യൻസ് ചെയ്താൽ പോലും 7 ചാപ്റ്ററിൽ നിന്ന് നമ്മൾ 700 ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യുന്നത്. ടോട്ടലി ഈ 700 ക്വസ്റ്റ്യൻസ് ചെയ്യാൻ നമ്മൾ എടുക്കുന്ന സമയം എന്ന് പറയുന്നത്, എടുക്കേണ്ട സമയം എന്ന് പറയുന്നത് 700 മിനിറ്റ് ആണ്. സോ ഈ 700 മിനിറ്റ്സ് നമുക്ക് ആകെയുള്ളത് 4200 മിനിറ്റ്സ് ആണ്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നിങ്ങളൊരു 100 ക്വസ്റ്റ്യൻ വെച്ച ആ ഒരു ഡ്യൂറേഷനിൽ ചെയ്താൽ പോലും 700 മിനിറ്റിൽ നിങ്ങൾ അത് കഴിയും. അതിനുശേഷം 700 മിനിറ്റിന് ശേഷം വരുന്ന ഓരോ മിനിറ്റും നിങ്ങൾ ചെയ്ത ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്ത് അതിൽ കറക്ഷൻ വരുത്തി ആ കറക്ഷൻ പഠിക്കാനുള്ള സമയമാണ്. എന്നാൽ പോലും ഒരു 300 മിനിറ്റ് അല്ലെങ്കിൽ 400 മിനിറ്റ് നിങ്ങളത് പഠിച്ചാൽ പോലും എഗെയിൻ നിങ്ങൾക്ക് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ചെയ്യാനുള്ള സമയം അവിടെ ഉണ്ടാകും. ഇനി അടുത്തത് നോക്കുകയാണെങ്കിൽ അടുത്ത പരീക്ഷ വരുന്നത് നമുക്ക് 26 തീയതിയാണ് നെക്സ്റ്റ് പരീക്ഷ വരുന്നത്, അല്ലേ? അപ്പോൾ നമ്മൾ 22 തീയതി ഉച്ചവരെയാണെന്ന് പരീക്ഷ. അപ്പോൾ 22 തീയതി ഉച്ച തൊട്ട് നമ്മൾ പഠിച്ചു തുടങ്ങിയാൽ നമുക്കൊരു 3.5 ദിവസമാണ് കിട്ടുന്നത്. അവിടെ ഞാൻ കൃത്യമായിട്ട് കണക്ക് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. 3.5 ദിവസം എന്ന് പറയുമ്പോൾ 35 മണിക്കൂർ, അതായത് 2100 മിനിറ്റുകളാണ് നിങ്ങളുടെ കയ്യിലുള്ളത്. നമുക്ക് പഠിക്കാനുള്ളത് 7 ചാപ്റ്ററാണ്. പ്ലസ് അതിനകത്ത് ഒരു എക്സ്പെരിമെൻറ്റും കൂടെ വരുന്നുണ്ട്, 3 എക്സ്പെരിമെൻറ്റ്. അപ്പോൾ 3 എക്സ്പെരിമെൻറ്റിൽ നിന്നും കൂടെ നമ്മളൊരു 100 ക്വസ്റ്റ്യൻ ചെയ്താൽ 7 തിയറി ചാപ്റ്റർ, 3 എക്സ്പെരിമെൻറ്റ്, എല്ലാം കൂടി നമ്മളൊരു 800-900 ക്വസ്റ്റ്യൻ ചെയ്താൽ പോലും നമുക്ക് കിട്ടുന്നത് 2100 മിനിറ്റ് ആണ്. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ഓരോ പരീക്ഷയുടെ ഗ്യാപ്പിനിടയിലും നമുക്ക് ഏറ്റവും കുറഞ്ഞത് 2100 മിനിറ്റ്സ് നമുക്ക് കിട്ടും. അല്ലെങ്കിൽ 1500 മിനിറ്റ്സ് ആണ് ഏറ്റവും കുറവ്. കാരണം 2.5 മണിക്കൂറാണ് ഓരോ പരീക്ഷയുടെയും ഏറ്റവും കുറഞ്ഞ വ്യത്യാസം. ഈ 2.5 മണിക്കൂർ കിട്ടുമ്പോൾ പോലും നമുക്ക് 1500 മിനിറ്റ്സ് കിട്ടുന്നുണ്ട്. ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ
26 വൈകുന്നേരം തൊട്ട് അടുത്ത പരീക്ഷ വരുന്നത് 29. അപ്പം നമുക്ക് അവിടെ വളരെ കുറച്ച് ഡ്യൂറേഷൻ എന്ന് നിങ്ങൾക്ക് തോന്നും, 2.5 മണിക്കൂറാണ് കിട്ടുന്നത്. പക്ഷേ അവിടെ ഒരു ഗുണം എന്താണെന്നറിയോ, 2.5 മണിക്കൂർ കിട്ടുമ്പോൾ 1500 മിനിറ്റ് നിങ്ങളുടെ കയ്യിലുണ്ട്. പക്ഷേ ഈ 1500 മിനിറ്റിൽ നമുക്ക് ആകെയുള്ളത് 6 ചാപ്റ്റേഴ്സാണ്. നിങ്ങളൊരു 100 ക്വസ്റ്റ്യൻ വെച്ചാണ് നമ്മൾ എപ്പോഴും പറയുന്നത്, ഏറ്റവും മിനിമം ലെവലാണ് ഞാനിത് പറയുന്നത് കേട്ടോ. അപ്പോൾ 100 ക്വസ്റ്റ്യൻ വെച്ച് ചെയ്താൽ പോലും 600 മിനിറ്റാണ്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, അതിൻ്റെ ഇരട്ടി സമയം. 600 മിനിറ്റ് ആണെങ്കിൽ 1200 മിനിറ്റ്, പിന്നെ എക്സ്ട്രാ 300 മിനിറ്റും കൂടിയുണ്ട്. അതിലും വേറൊരു കാര്യം, നിങ്ങൾ 14 മണിക്കൂർ തൊട്ട് 16 മണിക്കൂർ പഠിക്കുന്നവരാണ് പലരും. ഞാൻ ഏറ്റവും കുറഞ്ഞൊരു ഡ്യൂറേഷനെ ഇട്ടിട്ടുള്ളൂ, 10 മണിക്കൂർ. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ നമുക്ക് ഓരോ പരീക്ഷയുടെയും ഇടയിൽ ഈ പറയുന്ന പോലെ 4 ദിവസം ഉള്ളപ്പോൾ അല്ലെങ്കിൽ 3 ദിവസം ഉള്ളപ്പോൾ 2100 മിനിറ്റ്സ് അല്ലെങ്കിൽ 1500 മിനിറ്റ്സ് വെച്ച് കിട്ടും. അതുകൊണ്ട് തന്നെ ആ മിനിറ്റുകളെ കൃത്യമായിട്ട് ഉപയോഗിക്കുക എന്നുള്ളത് തന്നെയാണ് ആദ്യം ചെയ്യേണ്ടത്. ഇതേ തന്നെ സ്ട്രാറ്റജി ഒരു 100 ക്വസ്റ്റ്യൻ ഒരു ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾ ചെയ്യുമ്പോൾ ആ 100 ക്വസ്റ്റ്യന് ഒരു ക്വസ്റ്റ്യൻ 1 മിനിറ്റ് വെച്ച് 100 മിനിറ്റിൽ നിങ്ങൾ ആ 100 ക്വസ്റ്റ്യനും ചെയ്തിരിക്കണം. 6 ചാപ്റ്റേഴ്സ് ഒരുമിച്ചാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ 600 ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ 600 മിനിറ്റാണ് നിങ്ങൾ എടുക്കേണ്ടത്. ഈ 600 മിനിറ്റിൽ നിങ്ങൾ എന്താണോ ചെയ്തത് അതിനെ ഇവാലുവേറ്റ് ചെയ്ത് അസസ് ചെയ്ത് പഠിക്കാനുള്ള സമയമാണ് ബാക്കി സമയം. എന്തൊക്കെ പറഞ്ഞാലും 2100 ടോട്ടൽ മിനിറ്റ്സ്, ഞാൻ നേരത്തെ പറഞ്ഞാൽ ഏറ്റവും ചെറിയ കണക്കുകളാണ് ഞാൻ പറയുന്നത്. അതിനകത്ത് നിന്ന് 600, 700, 800 ക്വസ്റ്റ്യൻസ് ചെയ്താൽ പോലും ബാക്കിയുള്ള സമയം നിങ്ങൾക്ക് തെറ്റിയത് വായിച്ചു നോക്കാനോ അല്ലെങ്കിൽ തെറ്റിയ പ്രോബ്ലംസ് ഒന്ന് ചെയ്തു നോക്കാനോ സമയമുണ്ട്. അപ്പം മോഡൽ എക്സാമിന് പോകുമ്പോഴും ഇതുപോലെ കൃത്യമായിട്ട് അവേഴ്സുകളെ കരുതി അതിനെ കീപ്പ് ചെയ്ത് വേണം നിങ്ങൾ മുന്നോട്ട് പോകാൻ. മുന്നോട്ട് പോകുമ്പോൾ ചാപ്റ്റേഴ്സിൻ്റെ ലെങ്ത് അനുസരിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ ചില ചാപ്റ്റേഴ്സൊക്കെ വരുമ്പോൾ ചില ബയോളജി ചാപ്റ്റേഴ്സ് ചെറുത്, ചില ഫിസിക്സ് ചാപ്റ്റേഴ്സ് വലുത്, തിരിച്ചുമാകുന്നുണ്ട്. ഫിസിക്സ് അല്ലെങ്കിൽ കെമിസ്ട്രി ചെറുതാകുന്ന ചാപ്റ്റേഴ്സിൽ ബയോളജി കൂടെ വരുന്നുണ്ട്, ഇച്ചിരി ഒരു കണ്ടന്റ് കൂടിയ ചാപ്റ്റേഴ്സ് ഉണ്ട്. അപ്പോൾ അവിടെ നിങ്ങൾ കണ്ടന്റ് കൂടിയതായാലും കണ്ടന്റ് കുറഞ്ഞതായാലും നമ്പർ ഓഫ് ക്വസ്റ്റ്യൻ കുറയ്ക്കുകയോ കൂട്ടുകയോ ചെയ്യേണ്ട. തൽക്കാലം എല്ലാത്തിനും മിനിമം ഒരു 100 ക്വസ്റ്റ്യൻ. പിന്നെ 100 ക്വസ്റ്റ്യൻ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ, അപ്പോൾ നമ്മൾ ഈ പറയുന്ന പോലെ 2100 മിനിറ്റ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമ്മൾ 100 ക്വസ്റ്റ്യൻ വെച്ച് 7 ചാപ്റ്റർ ചെയ്യുമ്പോൾ 700 മിനിറ്റേ പോയിട്ടുള്ളൂ. ബാക്കി സമയത്ത് നിങ്ങൾക്ക് എക്സ്ട്രാ വരുന്ന, അതായത് ഫിസിക്സ് ഇപ്പോൾ വലിയ ചാപ്റ്ററാണ്, 100 ക്വസ്റ്റ്യൻ പോരാ എന്ന് നിങ്ങൾക്ക് തോന്നുന്നു, നിങ്ങൾ കുറച്ചുകൂടെ സ്ലോ ആണെന്ന് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ അവിടെ നിങ്ങൾക്ക് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് കൂട്ടിയിടാൻ പറ്റും. അത് അവിടെയാണ് നിങ്ങളുടെ ഇഷ്ടം നിങ്ങൾ നോക്കേണ്ടത്. നിങ്ങൾക്ക് ഏറ്റവും പഠിക്കാൻ ഡിഫിക്കൽറ്റി ഉള്ള ടോപ്പിക്സ് അല്ലെങ്കിൽ ആ ചാപ്റ്റേഴ്സ്, അല്ലെങ്കിൽ ചില ചാപ്റ്റേഴ്സ് നമുക്ക് എത്ര ചെയ്താലും ഒരു സ്ലോ ആയി പോകുന്ന പോലെ തോന്നാം. ആ സ്ലോ ആയി പോകുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യേണ്ടത് അവിടെയാണ്. അപ്പോൾ നിങ്ങൾ ഇൻഡിവിജ്വൽ ടു ഇൻഡിവിജ്വൽ ഡിഫറൻസ് വരുത്തേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇൻ ബിറ്റ്വീൻ വരുന്ന കാര്യങ്ങളിലാണ്. ഇൻ ബിറ്റ്വീൻ വരുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞാൽ നമ്മൾ അസൈൻ ചെയ്തിരിക്കുന്ന മിനിറ്റുകളിൽ നിന്ന് നമ്മൾ ചെയ്യേണ്ട മിനിറ്റുകൾ ബാക്കി വെച്ചിട്ടുള്ള സമയം നിങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് മാറ്റി വയ്ക്കുക. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ നമ്മൾ ഏകദേശം 27/2 അതായത് ഫെബ്രുവരി 27 ആകുമ്പോൾ തന്നെ നമ്മുടെ എല്ലാ യൂണിറ്റുകളും ചെയ്ത് തീർത്തിട്ടുണ്ടാകും. എന്ന് പറഞ്ഞാൽ ഫിസിക്സ്, കെമിസ്ട്രി, ബോട്ടണി, സുവോളജി ഒരു പ്രാവശ്യം നമ്മൾ കടന്നു പോയിരിക്കുന്നു. അടുത്തത് വരുന്നത് കോമ്പിനേഷനാണ്, യൂണിറ്റ് കോമ്പിനേഷൻസ് ആണ് വരുന്നത്. യൂണിറ്റ് കോമ്പിനേഷൻ വരുമ്പോഴും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മൾ മിനിമം 100 ക്വസ്റ്റ്യൻസ് ഒരു ചാപ്റ്ററിൻ്റെ ചെയ്തിട്ടുണ്ട്. പ്ലസ് നിങ്ങൾക്ക് എക്സ്ട്രാ കിട്ടുന്ന സമയത്ത് നിങ്ങൾ 100 എന്നുള്ളത് നിങ്ങൾക്ക് 200, 300, 400 നിങ്ങൾ ഇരിക്കുന്ന സമയത്തിനനുസരിച്ച്, കാരണം ഞാൻ 10 മണിക്കൂർ എന്ന് പറഞ്ഞത് 4 മണിക്കൂർ എക്സ്ട്രാ ഇരിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് മാറ്റാം. അതല്ല നിങ്ങൾക്ക് എറർ കുറവാണ്, അനലൈസ് ചെയ്യുന്ന സമയം നിങ്ങൾക്ക് കുറച്ച് മതിയെങ്കിൽ നിങ്ങൾ എറർ കുറച്ച് വരുത്തും തോറും നിങ്ങൾക്ക് എക്സ്ട്രാ കിട്ടുന്ന സമയം കൂടിയിരിക്കും. അങ്ങനെ എക്സ്ട്രാ കിട്ടുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കൂട്ടാം. മിനിമം 100 ആണെങ്കിലും നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും, അത് 1000 ക്വസ്റ്റ്യൻസ് ഒരു ചാപ്റ്ററിൽ നിന്ന് ചെയ്താൽ പോലും ദാറ്റ് ഈസ് ബെനിഫിഷ്യൽ. അങ്ങനെ ചെയ്യാം. അപ്പോൾ അങ്ങനെ ചെയ്ത് വരുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ 27 ഫെബ്രുവരിയാണ് നമ്മൾ യൂണിറ്റ് എക്സാം എൻഡ് ചെയ്യുന്നത്. അപ്പോൾ യൂണിറ്റ് എക്സാം തീർന്നതിന് ശേഷം കോമ്പിനേഷൻ തുടങ്ങുമ്പോൾ തൊട്ട് നിങ്ങൾ രണ്ടാമത്തെ റിവിഷൻ, അവിടെ റിവിഷൻ വെക്കുമ്പോഴും ഇപ്പോൾ യൂണിറ്റ് 7, 8, 9 ഒരുമിച്ചാണ് ഗ്രൂപ്പ് 1 വരുന്നത്. അപ്പോൾ 7, 8, 9 ഓൾറെഡി നമ്മൾ ചെയ്തിട്ടുണ്ട്, 100 ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്. ഇനി ബാക്കി വരുന്ന 100 ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി ഇന്ന ഏരിയ എനിക്ക് കുറച്ച് സ്ലോ ആവുന്നുണ്ട്, കുറച്ച് ഡിഫിക്കൽട്ട് ആകുന്നുണ്ട്. ആ ഏരിയയ്ക്ക് മുൻഗണന കൊടുത്തുള്ള ക്വസ്റ്റ്യനുകളാണ് കോമ്പിനേഷനിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അവിടെയും നിങ്ങൾ ക്വസ്റ്റ്യൻസ് തന്നെയാണ് ചെയ്യേണ്ടത്. പക്ഷേ വ്യത്യാസം ഞാൻ പറഞ്ഞതുപോലെ ആദ്യം നമ്മൾ ചെയ്തു വന്നപ്പോൾ ഒരു ഏരിയയ്ക്കും
പ്രത്യേകിച്ച് ഒരു പ്രത്യേകതയും കൊടുക്കാതെ എല്ലാത്തിനും ഒരുമിച്ചാണ് ആദ്യ റിവിഷൻ ചെയ്തു വന്നത്. പക്ഷേ കോമ്പിനേഷൻ വരുമ്പോഴേക്കും നിങ്ങൾക്ക് തന്നെ അറിയാം, നിങ്ങൾ ഒരു ചാപ്റ്ററിൽ നിന്നും 100 ക്വസ്റ്റ്യൻ ചെയ്ത സമയത്ത് നിങ്ങൾക്ക് എവിടെയാണോ ബുദ്ധിമുട്ടുള്ളത്, അല്ലെങ്കിൽ ആ തിയറിയിൽ എന്തെങ്കിലും ഒരു എറർ വന്നു ഒന്ന് സ്ലോ ഡൗൺ ആയ സ്ഥലത്തിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തുള്ള നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾ കോമ്പിനേഷൻസിൽ ചെയ്തു തുടങ്ങേണ്ടത്. സോ കോമ്പിനേഷൻ്റെ സമയത്തും ഇതുപോലെ തന്നെ നിങ്ങൾക്ക് അത്യാവശ്യം സമയം കിട്ടുന്നുണ്ട്. അതായത് ഏകദേശം ഒരു 3 ദിവസം നിങ്ങൾക്ക് കിട്ടും. ഈ 3 ദിവസത്തിലേക്ക് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 2000-2100 മിനിറ്റുകൾ നിങ്ങളുടെ കയ്യിലുണ്ട്. ആ കോമ്പിനേഷൻ യൂണിറ്റിൽ വരുന്ന ചാപ്റ്റേഴ്സ് എല്ലാം തന്നെ ഇതുപോലെ ഡിവൈഡ് ചെയ്ത് നിങ്ങൾ ഓരോ ചാപ്റ്ററും, അല്ലെങ്കിൽ എത്ര ചാപ്റ്റേഴ്സ് ടോട്ടൽ, ഏറ്റവും മിനിമം ഒരു ചാപ്റ്ററിന് ഒരു 100 ക്വസ്റ്റ്യൻ അങ്ങനെ വെച്ച് ചെയ്തു പോകുമ്പോഴേക്കും നിങ്ങൾ ഓൾ യൂണിറ്റ് മോഡൽ വരുമ്പോഴേക്കും, അതായത് മാർച്ച് 23 ആകുമ്പോഴേക്കും നമ്മൾ കോമ്പിനേഷനും അവസാനിപ്പിച്ചിട്ടുണ്ടാകും. മാർച്ച് 23 ആകുമ്പോഴേക്കും എങ്ങനെ പോയാലും നിങ്ങൾ ഒരു ചാപ്റ്ററിൽ നിന്ന് ഒരു 280, 300, 400 ക്വസ്റ്റ്യൻ ഒരു ചാപ്റ്ററിൽ നിന്ന് ചെയ്തിട്ടുണ്ടാകണം. പിന്നെ അത് പേഴ്സൺ ടു പേഴ്സൺ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇഫക്റ്റീവായിട്ട് 10 മണിക്കൂർ എന്നുള്ളത് 11 മണിക്കൂർ 12 മണിക്കൂർ ഇരിക്കുന്നവർക്ക് അതിനനുസരിച്ച് കൂട്ടി തന്നെ പോകാം. ടോട്ടലി നമ്മൾ ഒരു ദിവസം മിനിമം ഒരു 700 to 900 ക്വസ്റ്റ്യൻസ് ചെയ്തിരിക്കണം. ആ 700 to 900 എന്ന് പറയുന്നത് വേരിയേഷൻ ആകാം. ഇനി താഴേക്ക് വരുമ്പോൾ നിങ്ങളുടെ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസും കൂട്ടണം. കാരണം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ആദ്യത്തെ യൂണിറ്റുകൾ നമ്മൾ ചെയ്തപ്പോൾ നമുക്ക് കുറേ എററുകൾ വന്നു. ആ എറർ അനലൈസ് ചെയ്ത് കറക്റ്റ് ചെയ്യാനുള്ള സമയമാണ് ബാക്കി മിനിറ്റുകൾ നമ്മൾ എടുത്തിരിക്കുന്നത്. സോ ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞാൽ ആദ്യത്തെ സമയം നമുക്ക് കിട്ടിയത് 4200 മിനിറ്റ് ആണ്, അല്ലെങ്കിൽ വേണ്ട, അതായത് നമുക്ക് ഫസ്റ്റ് യൂണിറ്റുകളിലെല്ലാം കിട്ടുന്നത് 2100 അല്ലെങ്കിൽ 1500 മിനിറ്റുകളാണ്. 3.5 ദിവസം അല്ലെങ്കിൽ 2.5 ദിവസം ആ റേഞ്ചിലാണ് കിട്ടുന്നത്. ആ സമയത്ത് നമ്മൾ അത്യാവശ്യം നമ്മുടെ എററുകളൊക്കെ തിരുത്തി, നമുക്ക് ഡൗട്ട് ഉണ്ടായിരുന്ന കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് ക്ലിയർ ചെയ്തു, ഒന്നുകൂടെ കോൺസെപ്റ്റ് നോക്കിയിരിക്കുന്നവരാണെങ്കിൽ കോമ്പിനേഷൻ വരുമ്പോഴേക്കും നമ്മുടെ ആ സമയം കൂടി, അതായത് നമുക്ക് ഏകദേശം 2.5 ദിവസമുണ്ട്, 1500 മിനിറ്റുകൾ ഉണ്ടെങ്കിൽ ഈ 1500 മിനിറ്റുകളിൽ നമ്മൾ ചെയ്യുന്ന 700 ക്വസ്റ്റ്യൻ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെയും നമുക്ക് സമയമുണ്ട്. ഏകദേശം 800 മിനിറ്റോളം അവിടെ തന്നെ അധികമുണ്ട്. ആ 800 മിനിറ്റ് അനലൈസ് ചെയ്യാൻ എടുക്കേണ്ട കാര്യമില്ല. കാരണം ഓൾറെഡി നമ്മൾ അനലൈസ് ചെയ്ത് ഒരു പ്രാവശ്യം റിവിഷൻ ചെയ്ത് വന്നവരാണ്. അവിടെ നമുക്ക് വീണ്ടും നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് കൂട്ടാം. സോ ഒരു ചാപ്റ്ററിൽ നിന്ന് ആദ്യം നമ്മൾ 100 ക്വസ്റ്റ്യൻ ആണ് ചെയ്തതെങ്കിൽ കോമ്പിനേഷനിലേക്ക് വരുമ്പോൾ 150 200 ആക്കി നമ്മുടെ നമ്പർ കൂട്ടാൻ പറ്റും. ഇനി ഓൾ യൂണിറ്റ് വരുമ്പോഴാണെങ്കിലോ നമുക്ക് വീണ്ടും നമ്മൾ കമ്പാരിറ്റീവ്ലി ക്വസ്റ്റ്യൻസ് എഴുതി വരുന്നതിനനുസരിച്ച് നമ്മൾ എറർ ഫ്രീ ആകുന്നു, നമ്മുടെ സ്പീഡ് കൂടുന്നു, ടൈം മാനേജ്മെൻറ്റ് അഡ്ജസ്റ്റഡ് ആകുന്നു. അങ്ങനെ വരുന്നതിനനുസരിച്ച് നിങ്ങൾ ഓരോ ദിവസവും അറ്റൻഡ് ചെയ്യേണ്ട ക്വസ്റ്റ്യനുകളുടെ എണ്ണവും കൂട്ടി പോകണം. എങ്ങനെ പോയാലും നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന 1000 അല്ലെങ്കിൽ 1500 ക്വസ്റ്റ്യൻസ് ഒരു ദിവസം ആ മണിക്കൂറിനുള്ളിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റണം. അങ്ങനെ പറ്റാനുള്ള ഒരു എഫേർട്ട് നിങ്ങൾ എടുത്തേ പറ്റൂ. വേറെയും ഒരു കാര്യമുണ്ട് കേട്ടോ, നിങ്ങൾക്ക് അത്യാവശ്യം കാര്യങ്ങളൊക്കെ അറിയാം, ചെയ്തു തുടങ്ങുമ്പോൾ കുറച്ചൊന്ന് സ്ലോ ആയേക്കാം. കാരണം മോഡൽ എക്സാമിൻ്റെ ആദ്യത്തെ ഒരു പ്രിപ്പറേഷൻ അല്ലേ, അതൊന്ന് സ്ലോ ആയെന്ന് വിചാരിച്ചോ. ഞാൻ ഈ പറയുന്ന അത്രയും വേഗത്തിൽ നിങ്ങൾക്കത് ചെയ്യാൻ പറ്റിയില്ലെങ്കിലോ നിങ്ങൾ പേടിക്കേണ്ട ഒരു കാര്യവുമില്ല. അതിനാണ് മിനിറ്റ് ഉൾപ്പെടെ നിങ്ങളോട് പറഞ്ഞത്. നമ്മൾ ഇട്ടിരിക്കുന്ന സമയം കഴിഞ്ഞ് എത്രയോ അധിക മിനിറ്റുകൾ നിങ്ങൾക്കുണ്ട്. അതുപയോഗിച്ച് നന്നായിട്ട് പഠിക്കാനും നല്ലൊരു വിജയം നേടാനും നിങ്ങൾക്ക് കഴിയും. താങ്ക് യു. Brilliant Study Center, India's #1 coaching center for NEET and JEE.